തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് യുഡിഎഫിന്റെ യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നുള്ള അഭിപ്രായവും യുഡിഎഫിൽ ഇല്ലെന്ന് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലീഗിന് അതൃപ്തിയുണ്ടെന്നും യുഡിഎഫ് കൺവീനർ പി തങ്കച്ചൻ പറയുകയുമുണ്ടായി. ഈ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോൾ തന്നെ ആ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ രൂക്ഷ വിമർശനമാണ് യുഡിഎഫ് ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണ്, അതിനെ രാഷ്ട്രീയമായി നേരിടണം. കമ്മീഷനോട് പരസ്യമായ ഏറ്റുമുട്ടൽ വേണ്ടെന്നും യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി വാദിച്ചു. എന്നാൽ വാർഡ് വിഭജനത്തിൽ ലീഗുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപങ്ങൾ ഇല്ലാതാക്കി തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്ന് വി.ഡി. സതീശനും എം.എം. ഹസനും പറഞ്ഞു. ലീഗിനെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ ലീഗ് മന്ത്രിമാർ യോഗത്തിൽ അതൃപ്തി അറിയിച്ചു. യുഡിഎഫിന്റെ കൂട്ടായ തീരുമാനപ്രകാരമാണ് വാർഡ് വിഭജനത്തിൽ നടപടി സ്വീകരിച്ചതെന്നും കെ.പി.എ. മജീദും യോഗത്തിൽ തുറന്നടിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ തന്നെ നടത്തുമെന്നും ഷെഡ്യൂൾ സെപ്റ്റംബർ 3-ന് കോടതിയെ അറിയിക്കാൻ യുഡിഎഫ് യോഗം തീരുമാനിച്ചെന്നും കൺവീനർ പി തങ്കച്ചൻ വ്യക്തമാക്കി. ഒരു മാസം നീണ്ടുപോയില്ലേ, നവംബർ 1 എന്നല്ലേ പറഞ്ഞത്. ഏതാനും ദിവസം ഞാൻ പറഞ്ഞു, നീണ്ടുപോയാൽ ചിലപ്പോൾ ഏതാനും ദിവസം. ആ ഷെഡ്യൂൾ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ഒരു പരാതി. അങ്ങനെ ഒരു പരാതിക്ക് അവകാശമില്ല. ഇതിൽ ഞങ്ങളെല്ലാം ഒരുപോലെ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ പങ്കുണ്ട്. ജില്ലകളിലെ യുഡിഎഫ് ചെയർമാൻ സ്ഥാനം, ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയ വിഷയങ്ങൾ അടുത്ത യുഡിഎഫ് യോഗത്തിന് മുൻപായി ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും തങ്കച്ചൻ അറിയിച്ചു. അടുത്ത മാസം 22-ന് ചേരുന്ന യുഡിഎഫ് യോഗത്തിൽ പാലക്കാട് കമ്മീഷൻ റിപ്പോർട്ടും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച കാര്യം കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനം റദ്ദാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആദ്യം തന്നെ ശ്രീ വി.എസ്. പത്മകുമാർ, ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ ഒരുപക്ഷെ അപ്പീൽ പോകുന്നില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതിനൊപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടി വരിക? തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുന്നില്ല എന്നൊരു ഭാഗത്ത് പറയുന്നു. 28 പുതിയ മുനിസിപ്പാലിറ്റിയിലേക്കും കണ്ണൂർ കോർപ്പറേഷനിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. ത്രിതല പഞ്ചായത്തിൻ്റെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും തിരഞ്ഞെടുപ്പുകൾ നടത്തി നവംബർ 1-ന് തന്നെ ഈ ഭരണസമിതികളെല്ലാം അധികാരമേൽക്കണമെന്നും പറയുന്നു. അവിടെയാണ് ഈ ഗവൺമെൻറ് പറയുന്നതിൻ്റെ വൈരുദ്ധ്യം നാം മനസ്സിലാക്കേണ്ടത്. 28 മുനിസിപ്പാലിറ്റികൾ സർക്കാർ രൂപീകരിച്ചത് 38 പഞ്ചായത്തുകളെ പൂർണ്ണമായി എടുത്തും 5 പഞ്ചായത്തുകളെ ഭാഗികമായിട്ട് എടുത്തുമാണ്. ഈ 28 മുനിസിപ്പാലിറ്റികൾ നമ്മുടെ സംസ്ഥാനത്തെ 12 ജില്ലകളിലുമുണ്ട്. പുതിയ മുനിസിപ്പാലിറ്റികൾ കാസർഗോഡാണെങ്കിൽ പടന്ന പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം നീലേശ്വരം മുനിസിപ്പാലിറ്റിയോട് ചേർക്കുകയാണ്. ഇപ്പോൾ 28 മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ 13 ജില്ലാ പഞ്ചായത്തിൻ്റെയും ഡിവിഷൻസിൽ മാറ്റം വരുന്നു, വാർഡുകളിൽ മാറ്റം വരുന്നു. അതിന് 13 ജില്ലകളിലെയും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് റീനോട്ടിഫിക്കേഷൻ വേണ്ടി വരുന്നു. 28 മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ 29 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അവിടുത്തെ വാർഡുകൾ മാറുന്നു, ഡിവിഷൻസ് മാറുന്നു. 38 ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നു. 5 ഗ്രാമപഞ്ചായത്തുകളുടെ പോർഷൻസ് മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഈ ത്രിതല പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഭരണം കൈയാളുന്നത് ലീഗിൻ്റെ 2 മന്ത്രിമാരാണ്. യഥാർത്ഥത്തിൽ ഈ 2 മന്ത്രിമാർ പഞ്ചായത്ത് പുനഃസംഘടനയും അതുപോലെ തന്നെ പുതിയ മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണവും പുതിയ കോർപ്പറേഷൻ്റെ രൂപീകരണവും നടത്തുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിരല്ല. പക്ഷേ അത് സമയബന്ധിതമായിട്ട് രൂപീകരിക്കാൻ, നിയമാനുസൃതം രൂപീകരിക്കാൻ ഈ 2 മന്ത്രിമാർക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന് നവംബർ 1-ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് വാശി പിടിക്കുകയാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ. ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുകയും ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന് 3 മണിക്ക് ഡിസ്കഷൻ വരാൻ പറയുക, അത് പിന്നെ 5 മണിയിലേക്ക് മാറ്റുക. എങ്ങനെയും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് 9 മണിക്കുള്ള ഡിസ്കഷനിൽ 8 മണിക്കുള്ള ഡിസ്കഷനിൽ അദ്ദേഹം പങ്കെടുക്കുക. ഒരുപക്ഷെ താങ്കളും CPIഎമ്മിൻ്റെ ഒരു നേതാവാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഇതേക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് മിനി അടിയന്തരാവസ്ഥയാണെന്നാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതി നടക്കുന്നുണ്ടെന്നും കോടിയേരി പറയുന്നു. അതേസമയം ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ഭീഷണിപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് V.S. അച്യുതാനന്ദൻ പറയുന്നു. അവരുടെ അഭിപ്രായ പ്രകടനം കണ്ടതിന് ശേഷം മറ്റതിഥികളിലേക്ക് ചർച്ചയിലേക്ക് പോകാം. ഇപ്പോൾ കേരളത്തിലൊരു മിനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. ഇലക്ഷൻ നീട്ടിവെക്കുന്നതിനോട് ഒരു കാരണവശാലും ഞങ്ങൾ യോജിക്കില്ല. അത് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന പ്രശ്നത്തിൽ വേണ്ടി ഞങ്ങൾ ശക്തമായുള്ള നിലപാട് തന്നെ സ്വീകരിക്കും. അത് കണിശമായിട്ട് തെറ്റല്ലേ? ഭരണഘടനാ കമ്മീഷനാണ്
സ്ഥാപനം. അതിനെതിരായിട്ട് സംസാരിക്കാൻ ഒരു മന്ത്രിക്കോ മറ്റൊന്നും യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല. ഓക്കെ, ശ്രീ BRM ഷഫീർ, താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഇന്ന് പ്രത്യേകിച്ച് UDF യോഗം കൂടിയതിന് ശേഷം ശ്രീ PP തങ്കച്ചൻ UDF കൺവീനർ പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിന് ഇപ്പോഴും അതൃപ്തിയാണെന്ന്. മുസ്ലിം ലീഗിൻ്റെ അതൃപ്തി എങ്ങനെയാണ് നിങ്ങൾ മാറ്റിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ സാധിക്കും? ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇത് മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഇതിനെ ചുരുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് കൂടിയതിന് ശേഷം എടുത്ത തീരുമാനമെന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ വഴക്കോ ഉണ്ടാകണമെന്ന് കോൺഗ്രസോ UDFോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും പറയാത്ത ചില കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സർക്കാരുമായിട്ടൊരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വരരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇന്ന് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ബഹുമാനായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ ശ്രീ കോടിയേരി സഖാവ് പറയുന്നത് കേട്ടു, മിനി അടിയന്തരാവസ്ഥ കേരളത്തിലുണ്ടെന്ന്. ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങൾ ഏതെങ്കിലും ഒരു കോടതിയെ നാടുകടത്തിയവരോ കോടതിയുടെ കോലം കത്തിച്ചവരോ ഹൈക്കോടതിയിലേക്ക് റാലി നടത്തിയവരോ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെയോ CBIയെയോ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചവരോ അല്ല. കേരളത്തിലും ഇന്ത്യയിലും ഇല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാരേട്ടൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഹൈക്കോടതിയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കൃത്യമായി വായിച്ചിട്ട് പറയുകയാണ്. ആ റിപ്പോർട്ടിൽ ഒരിടത്തും തന്നെ 2010 വോട്ടർ പട്ടിക അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കണിശമായി പറഞ്ഞിട്ടില്ല. 2, ഇലക്ഷൻ കമ്മീഷൻ 28 ബഹുമാനപ്പെട്ട ഹൈക്കോടതി 28 മുനിസിപ്പാലിറ്റികളെ അംഗീകരിക്കവേ 28 മുനിസിപ്പാലിറ്റികളിൽ 2010 വോട്ടർ പട്ടിക അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? 28 മുനിസിപ്പാലിറ്റികളെ ഭരണഘടനാപരമായ രീതിയിൽ കോടതി അംഗീകരിച്ചു. നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് മുതൽ നോട്ടിഫിക്കേഷൻ പ്രകാരം മുനിസിപ്പാലിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു. നിലവിൽ വന്ന മുനിസിപ്പാലിറ്റി ഇലക്ഷൻ കമ്മീഷൻ പറയുക, നിലവിൽ വന്ന മുനിസിപ്പാലിറ്റികളെ ആ തരത്തിൽ പുതിയ 2011 സെൻസസ് പ്രകാരം ഇലക്ഷൻ നടത്താൻ പറ്റില്ല, 2010 റിവേഴ്സ് ചെയ്യണം. ഗവൺമെൻറ് ഇറക്കിയ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചുകൊണ്ട് ഒരു റീ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 28 മുനിസിപ്പാലിറ്റികളെ പ്രഖ്യാപിച്ച നടപടിയെ പിൻവലിച്ചിട്ട് റീ നോട്ടിഫൈ ചെയ്ത് അത് വീണ്ടും പഞ്ചായത്താക്കണം. ഇത് ഒരുതരം തുഗ്ലക്ക് നയമാണ്. ആ സമീപനത്തോട് ഞങ്ങൾ പറഞ്ഞു 28 മുനിസിപ്പാലിറ്റികളിലും ശ്രീ ഷഫീർ, അത് കോടതി വിധി വന്നതിന് ശേഷമാണ് UDFന്റെ തീരുമാനം കണ്ടല്ലോ. ഇന്നത്തെ തീരുമാനം എന്താ? ഒരു മാസത്തേക്ക് അങ്ങനെയല്ല, ഒരു മാസത്തേക്ക് നീട്ടണമെന്നല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഈ അനിശ്ചിതാവസ്ഥ എങ്ങനെ പരിഹരിക്കണമെന്ന് പറയാത്ത കാര്യം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോടതി പറയട്ടെ.